അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേർ ചോദിച്ചതാണ്, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയി, എനിക്ക് റബ്ബ് പുറത്തു തരുമോ എന്ന്. ഹബീബേ, 100 പേരെ കൊല ചെയ്ത വ്യക്തിക്ക് റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ട്. അത്രക്കൊന്നും ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. പേടിക്കേണ്ട ഹബീബേ, മനസ്സറിഞ്ഞു ഒന്ന് തൗബ ചെയ്യും, റബ്ബ് പുറത്തു തരും ഇൻഷാ അല്ലാഹ്. തൗബ ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞുതരാം. 1. നന്നായി കുളിക്കുക. കുളിയിൽ നിയ്യത്ത് വെക്കുക, ഈ കുളിയോടുകൂടെ എൻ്റെ മനസ്സിനെ അങ്ങ് നന്നാക്കി തരണമല്ലാ. 2. അത്തർ പോലെയുള്ള സുഗന്ധം പൂശുന്നത് നല്ലതാണ്. 3. വുളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കുക. 4. ആരുമില്ലാത്ത ഒറ്റക്കായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. 5. നബിയുടെ പേരിൽ ഒരു ഫാത്തിഹയും കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലുക. തൗബ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാവും ഇത്. 6. കൈകൾ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് ചെയ്ത പാപങ്ങൾ മുഴുവൻ റബ്ബിനോട് പറയുക. 7. ചെയ്തു കൂട്ടിയ പാപങ്ങൾ റബ്ബിനോട് മനസ്സറിഞ്ഞു പറയുക. 8. കണ്ണുകൾ നിറയാൻ പറ്റിയാൽ 1. റബ്ബിന്റെ മുന്നിൽ മനസ്സ് തുറന്ന് കരയാൻ സാധിച്ചാൽ അത്രയും നല്ലത്. 9. പാപങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞ ശേഷം പറയുക, അല്ലാഹുവേ, ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി റബ്ബേ, ഒരിക്കലും ഞാൻ നിന്നെ ധിക്കരിച്ചു ചെയ്തതല്ല അല്ലാ, ആ സമയം ശൈത്താന്റെ കെണിയിൽ ഞാൻ പെട്ടുപോയതാണ് റബ്ബേ, മാപ്പാക്കണം അല്ലാ. ഇങ്ങനെയൊക്കെ തെറ്റുകാരനായിട്ടും ഒരു കുഴപ്പവുമില്ലാതെ റാഹത്തായി എനിക്ക് വേണ്ടതെല്ലാം തന്ന റബ്ബേ, എനിക്കങ്ങനെ പറ്റിപ്പോയി അല്ലാ, എന്നോട് പൊറുക്കണം. ഇതുപോലെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മനസ്സറിഞ്ഞു റബ്ബിനോട് പറയുക. 10. അവസാനം പറയുക, റബ്ബേ, ഇനി ഞാൻ ഇത്തരത്തിൽ തെറ്റുകൾ ചെയ്യില്ല അല്ലാ. 11. തെറ്റുകളെ ജീവിതത്തിൽ നിന്നും പറിച്ചു കളയുക. 12. ഇനി എപ്പോൾ തെറ്റ് ചെയ്യാൻ തോന്നിയാലും നാളെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്നൊന്ന് ചിന്തിക്കുക. ശൈത്താൻ പലപ്പോഴും വന്ന് പറയും, നാളെ നന്നാവുമെന്നും. അതിലൊരിക്കലും ഇനി നിങ്ങൾ പെട്ടുപോകരുത് കേട്ടോ. ഇങ്ങനെയൊന്ന് തൗബ ചെയ്തു നോക്ക്. എല്ലാം കഴിഞ്ഞ് മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, റബ്ബ് നിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരടയാളമാണത്. പിന്നീട് ഈ തെറ്റിലേക്ക് നീ ഒരിക്കലും മടങ്ങാതിരിക്കുക. റബ്ബ് നമുക്കൊക്കെ തൗബ ചെയ്ത് നന്നാവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഞാനടക്കമുള്ള എല്ലാവർക്കും തെറ്റ് സംഭവിക്കും എന്നു കരുതി മനഃപൂർവ്വം തെറ്റ് ചെയ്തവർ ആയിരിക്കില്ല പലരും. ഇന്നു മുതൽ ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്നുറപ്പുള്ളവർ ഒരു ഇൻഷാ അല്ലാ എന്ന് കമന്റിടാൻ മറക്കല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റ് കണ്ടിട്ട് മറ്റുള്ളവരുടെ മനസ്സ് മാറി അവരും നന്നായാലോ. ഇതൊന്നും അറിയാത്ത പാവങ്ങളായ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ ഹബീബേ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പടച്ചറബ് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാം.